ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അതാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത്. ഗണപതി ഭഗവാൻ ഗജാനനനായ കഥ ഏവർക്കും അറിവുള്ളതാണല്ലോ. എല്ലാ കർമ്മങ്ങളും ഗണപതിയെ പൂജിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. വിഘ്നങ്ങൾ ഒഴിയാൻ വിഘ്നേശ്വരനെയാണ് ആദ്യം പൂജിക്കേണ്ടത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കറുകമാല ചാർത്തൽ, അപ്പം, മോദക നിവേദ്യം, മുക്കുറ്റി പുഷ്പാഞ്ജലി എന്നിവയെല്ലാം ഏറെ ഗുണകരമായ വഴിപാടുകളാണ്. 108 മുക്കുറ്റി അർച്ചിക്കുന്ന വഴിപാട് അത്യുത്തമമാണ്. ധനസമൃദ്ധിക്ക് ലക്ഷ്മി വിനായക പൂജ, കുടുംബഭദ്രതയ്ക്ക് ശക്തി വിനായക പൂജ, ഭാഗ്യത്തിന് ഭാഗ്യസൂക്ത ഗണപതി ഹോമം, കാര്യവിജയത്തിന് ജഗന്മോഹന ഗണപതി പൂജ എന്നിവയെല്ലാം ഗണപതി ക്ഷേത്രങ്ങളിൽ ചെയ്തു വരുന്നു. രോഗദുരിത ശാന്തിക്ക് നാളികേര നിവേദ്യം, കർമ്മവിജയത്തിന് സിദ്ധിവിനായക പൂജ എന്നിവ ഏറെ പ്രസിദ്ധമാണ്. ഗണപതിക്ക് മുന്നിൽ ഏത്തമിടുന്നത് ബുദ്ധിവികാസത്തിനും നല്ലതാണ്. വിനായക ചതുർത്ഥി ദിവസം ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണ്. വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് കഴിക്കുന്നത് കുടുംബ ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ്. വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ്. ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിൽ എത്തുമെന്നാണ് വിശ്വാസം. വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവ്വവിഘ്നങ്ങളും നീങ്ങി ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ചതുർത്ഥിയുടെ തലേന്ന് മുതൽ ഒരിക്കലോടെ വേണം വ്രതം ആരംഭിക്കേണ്ടത്. മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം. എണ്ണതേച്ചുകുളി, പകലുറക്കം എന്നിവ പാടില്ല. ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം. 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് 10 തവണയെങ്കിലും ജപിക്കാൻ ശ്രദ്ധിക്കുക. ധാന്യഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റു സമയങ്ങളിൽ പാലും പഴവും കഴിക്കാം. ദിനം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചുകൂട്ടാം. കഴിയാവുന്നത്ര തവണ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ ജപിക്കുക. പിറ്റേന്ന് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് പാരണവിടാം. വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ പിറന്നാൾ സദ്യയുണ്ട് എഴുന്നേക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ അടിതെറ്റി വീണു. ഇത് കണ്ട് ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു. അതിൽ കോപിഷ്ഠനായി ഇന്നേ ദിവസം നിന്നെ ദർശിക്കുന്നവരെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാകട്ടെ എന്ന് ഗണപതി ശപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് ഇടയാക്കുമെന്നാണ് വിശ്വാസം. ഇതറിയാതെ ഒരു ചതുർത്ഥി നാൾ മഹാവിഷ്ണു തന്നെ ചന്ദ്രനെ കാണുകയും ഗണപതിയുടെ ശാപം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. പരിഹാരം തേടിയെത്തിയ വിഷ്ണുവിനോട് ശിവൻ വിനായക ചതുർത്ഥി ദിവസം ചതുർത്ഥി വ്രതം എടുക്കാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഗണേശവ്രതം എടുത്തതിനാൽ മഹാവിഷ്ണുവിൻ്റെ സങ്കടങ്ങൾ മാറി എന്നുമാണ് ഐതിഹ്യം.